ശ്രീ പി രംഗനാഥനുമുണ്ട്. BCCI മാച്ച് റെഫറിയാണ്. ശ്രീ രംഗനാഥൻ, എങ്ങനെയാണ് ഇന്നത്തെ ഇന്ത്യയുടെ ജയത്തെ കാണുന്നത്, അതോടൊപ്പം കോഹ്ലിയുടെ പ്രകടനത്തെയും? ഉജ്ജ്വലമായിട്ടുള്ള ഒരു വിജയം അതാണ്. അതുമാത്രമല്ല, ഈ അടുത്ത കാലത്ത് വിരാട് കോഹ്ലിയുടെ ഒരു പെർഫോമൻസിനെ കുറിച്ച് ധാരാളം വിമർശനങ്ങൾ പല കോണിൽ നിന്നും വന്നിരുന്നു. എങ്കിലും അതെല്ലാം പാകിസ്ഥാനെതിരെ അദ്ദേഹത്തിന്റെ ഉജ്ജ്വലമായിട്ടുള്ള സെഞ്ചുറി, അത് മാത്രമല്ല 14,000-ത്തിലധികം റൺസ്, അദ്ദേഹം 3ാമത്തെ ടോപ്പ് റൺ ഗെറ്ററായിട്ട് ODIയിൽ മാറിയിരിക്കുന്നു. ഇനിയുള്ളത് സാക്ഷാൽ ടെണ്ടുൽക്കറും കൂടാതെ സംഘക്കാരെയും മാത്രമാണ്. എങ്കിൽ തന്നെ ഇന്നത്തെ വിജയം തീർത്തും ടീം ഇന്ത്യയുടെ ഒരു പെർഫോമൻസ് ആയിട്ട് പറയണം. കാരണം ഇന്ന് റിസ്വാൻ ടോസ് വിൻ ചെയ്ത് ബാറ്റിംഗ് തിരഞ്ഞെടുത്തപ്പോൾ ഒരു വലിയ സ്കോറാണ് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇന്ത്യയുടെ സ്പിന്നേഴ്സും കൂടാതെ ഇന്ത്യയുടെ ഹാർദിക് പാണ്ഡ്യ എന്നുള്ള ഓൾറൗണ്ടറും അദ്ദേഹത്തിന്റെ ബോളിംഗ് മികവ് എല്ലാ രീതിയിലും ഒരു ചെറിയ ടോട്ടൽ എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ഒരു ചുരുങ്ങിയ ടോട്ടലിന് പാകിസ്ഥാനെ തളയ്ക്കാൻ സാധിച്ചു. അതാണ് ആദ്യമായിട്ട് വിജയത്തിന്റെ തുടക്കം. വളരെ നന്ദി ശ്രീ രംഗനാഥൻ. ഒപ്പം തന്നെ അജിത് കുമാർ പ്രതികരിച്ചതിന്. തിരിച്ച് വീണ്ടും അനൂപ് ഷൺമുഖിലേക്ക്. അനൂപ്, ഇപ്പോൾ ഈ മത്സര വിജയത്തെ ഫൈനൽ വിജയം തന്നെ നേടുന്ന രൂപത്തിലേക്കുള്ള മത്സരഫലമായിട്ട് തന്നെയാണ് കാണുന്നത്. നേരത്തെ ബംഗ്ലാദേശിനോടും ഇപ്പോൾ പാകിസ്ഥാനോടുമുള്ള വിജയത്തെ ആ നിലയ്ക്കാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. അനൂപിന് തോന്നുന്നത് എന്താണ്? ഇന്നത്തെ ഈ ആധികാരിക വിജയത്തെ ആരുടെ വിജയമായിട്ടാണ് കാണുന്നത്? കോഹ്ലിയുടെ വിജയമായിട്ടാണോ? സ്മൃതി, തീർച്ചയായിട്ടും ഇത് എടുത്തു പറയുകയാണെങ്കിൽ ഒരു ടീം വർക്കിൻ്റെ വിജയമായിരുന്നു. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ആദ്യം പാകിസ്ഥാനെ നമ്മൾ ചുരുങ്ങിയ ഒരു സ്കോറിൽ പിടിച്ചു കെട്ടുന്നു. ടോസ് നഷ്ടമായതിനു ശേഷം ടോസ് നിർണായകമായിരുന്നു. കാരണം രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ ബാറ്റിംഗ് ദുഷ്കരമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ദുബൈയിലെ പിച്ചിൽ. അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് മികച്ച തുടക്കം നൽകിയത് ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ചേർന്നാണ്. പക്ഷേ അവർ രണ്ടുപേരും മടങ്ങിയതിന് ശേഷം ഇന്ത്യയെ മുന്നോട്ട് നയിച്ചത് വിരാട് കോഹ്ലി തന്നെയാണ്. പ്രത്യേകിച്ച് ഫോമില്ലായ്മയുടെ വർഷങ്ങൾ അതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിരാട് കോഹ്ലിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ അദ്ദേഹത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തിയവർക്കുള്ള എല്ലാ മറുപടിയും വിരാട് കോഹ്ലി ഒറ്റയ്ക്ക് മറുപടി നൽകുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് ഒരു ഇന്നിങ്സ് കളിച്ചുകൊണ്ട് അദ്ദേഹം സെഞ്ചുറിയും തികച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും നിർണായകം. പക്ഷേ അപ്പോഴും നമുക്ക് പറയാനുള്ള കാര്യം, മറുഭാഗത്ത് വിക്കറ്റ് പോകാതെ ഉറച്ച പിന്തുണയുമായി ശ്രേയസ് അയ്യർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു കൂട്ടുകെട്ടിൻ്റെ കൂടി പിൻബലത്തിലാണ് വലിയ റിസ്കുകളില്ലാതെ അവർ കളിച്ചു തുടങ്ങിയത്. ഒരു ഘട്ടത്തിൽ ഏതാണ്ട് 29 ഓവറിന് ശേഷമാണ് ആക്രമണത്തിലേക്ക് ഇരു താരങ്ങളും തിരിഞ്ഞത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ശ്രേയസ് അയ്യർ നൽകിയ പിന്തുണയും നിർണായകം തന്നെയാണ്. ഇതിലെല്ലാം ഉപരി കഴിഞ്ഞ തവണത്തെ ഫൈനലിലെ തോൽവിക്ക് പകരം വീട്ടേണ്ടതുണ്ടെന്ന് എന്നുള്ള ഒരു ചിന്ത കൂടി ഇന്ത്യൻ താരങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി മുന്നിൽ നിന്ന് നയിച്ചു, ബാക്കി എല്ലാവരും പിന്തുണച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇന്നത്തെ മത്സരം ഇത് പാകിസ്ഥാൻ എതിരാളികളായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു ത്രില്ലൽ പോരാട്ടത്തിലേക്ക് വരുന്ന കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നു. അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ കടമ്പ. അത് കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ച്. ഇനിയിപ്പോൾ ന്യൂസിലൻഡിനെ നേരിടാൻ പോകുന്ന ഇന്ത്യക്ക് അത് വലിയൊരു ആത്മവിശ്വാസം നൽകുന്നതായിരിക്കും. ഒപ്പം T20 ലോകകപ്പിന് ശേഷം മറ്റൊരു ICC ടൂർണമെന്റ് കൂടി, ഒരു ICC കിരീടം കൂടി നേടാനുള്ള സാധ്യതകൾ ഇന്ത്യയെ സംബന്ധിച്ച് പൊതുവെയുള്ള വിലയിരുത്തൽ വരുന്നത്. പാകിസ്ഥാനെ ആധികാരികമായി തോൽപ്പിച്ചുകൊണ്ടാണ് സെമി കടന്നിരിക്കുന്നത് ഇന്ത്യ. അനൂപ് ഷൺമുഖനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.